ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിത്ത് PSC. ഇന്നലെ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിനേഷന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35, 35-ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എത്ര? സൊല്യൂഷൻ, പൊതുവ്യത്യാസം D -1 ആയിരിക്കും. അതായത് ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് 15-ാം പദം 35, 35-ാം പദം 15 ആയാൽ പൊതുവ്യത്യാസം എന്ന് ചോദിച്ചാൽ ഉത്തരം എപ്പോഴും -1 ആയിരിക്കും. ഈ കോമ്പിനേഷൻ നോക്കിയേ, 15-ാം പദം 35, 35-ാം പദം 15, ഇങ്ങനെ സെയിം ആയിട്ട് വന്നാൽ പൊതുവ്യത്യാസം എപ്പോഴും -1 ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഒരു സമാന്തര ശ്രേണിയുടെ 60-ാം പദം 160, 160-ാം പദം 60, ഇങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ്? -1 ആയിരിക്കും. കാരണം കണ്ടോ, 60, 60, 160, 160 ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നതെങ്കിൽ ഇതിന്റെ പൊതുവ്യത്യാസം എപ്പോഴും -1 ആയിരിക്കും. ഇനി നമുക്കിത് പ്രോപ്പർ വേയിൽ ഒന്ന് ചെയ്തു നോക്കാം. ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇങ്ങനെ വന്നാൽ പൊതുവ്യത്യാസം -1 ആയിരിക്കുമെന്ന്. പ്രോപ്പർ വേയിൽ ചെയ്യുവാണെങ്കിൽ 15-ാം പദം 35, അതായത് A+14D = 35. 35-ാം പദം 15, A+34D = 15. ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. -20D = 20. Therefore, D is equal to 20 divided by -20, that is equal to -1. പൊതുവ്യത്യാസം D -1 ആണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന്റെ ഉത്തരം എപ്പോഴും -1 ആയിരിക്കുമെന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, എയുടെ 30% ഈസ് ഈക്വൽ ടു ബിയുടെ 20% ആയാൽ A+B = B - A എത്ര? സൊല്യൂഷൻ, എയുടെ 30%, A × 100-ൽ 30 ഈസ് ഈക്വൽ ടു ബിയുടെ 20%, B × 100-ൽ 20. A/B കണ്ടുപിടിക്കാം. 3A = 2B. A/B is equal to 2/3. Therefore, A/B is equal to 2:3. A+B is to B - A എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്? That is equal to A+B. 2+3 is to B - A. 3 - 2. ഇവിടെ A2 B3 ആണ്. 3 2 5 is to 3 - 2 1. 5 is to 1 ആണ് ഉത്തരം. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. ഓപ്ഷൻ A 391, ഓപ്ഷൻ B 361, ഓപ്ഷൻ C 225, ഓപ്ഷൻ D 625. സൊല്യൂഷൻ, ഇവിടെ 391 ഒഴികെ ബാക്കിയുള്ള 3 സംഖ്യകളും പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ A 391 ആണ് ഉത്തരം. 361 ഇത് 19ന്റെ സ്ക്വയർ ആണ്. അതുപോലെ 225 15ന്റെ സ്ക്വയർ ആണ്. 625 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഉത്തരം 391. അടുത്ത ചോദ്യം, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? സൊല്യൂഷൻ, ക്ലോക്കിലെ
മിനിറ്റ് സൂചി 1 മിനിറ്റ് നീങ്ങുമ്പോൾ 6 ഡിഗ്രി വ്യത്യാസപ്പെടുന്നുണ്ട്. 1 മിനിറ്റ് നീങ്ങുമ്പോൾ 6 ഡിഗ്രി വ്യത്യാസം. അപ്പോൾ 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിഗ്രി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 40 മിനിറ്റ് കൊണ്ട് സൂചി എത്ര ഡിഗ്രി തിരിയുമെന്നാണ്. അപ്പൊ 40 മിനിറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 40 240 ഡിഗ്രി തിരിയും. അടുത്ത ചോദ്യം 2 2 പ്ലസ് 3 3 പ്ലസ് 4 4 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനാണ്. അതായത് മിക്സഡ് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻസും നമ്പേഴ്സും ഒക്കെ ആഡ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും ഇവിടെയുള്ള ഈ സംഖ്യകളും ഫ്രാക്ഷൻസും സെപ്പറേറ്റ് സോൾവ് ചെയ്യുക. എന്നിട്ട് അത് ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെയാണ് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യുന്നത്. ഇനി ചെയ്യാം. ഇവിടെ നമുക്ക് ഈ നമ്പേഴ്സ് ആഡ് ചെയ്യാനാണല്ലോ. അപ്പൊ 2 പ്ലസ് 3 പ്ലസ് 4 ഇത് സെപ്പറേറ്റ് സോൾവ് ചെയ്യുവാണ്. 3 2 5 4 9. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് സോൾവ് ചെയ്യാം. 2 1 പ്ലസ് 3 1 പ്ലസ് 4 1. ഇവിടുത്തെ എൽസിയം 12. എൽസിയം കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യ ബാക്കിയുള്ള സംഖ്യകളുടെ എല്ലാം മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യ ആയിരിക്കും എൽസിയം. അതല്ല എന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും എൽസിയം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടുത്തെ വലിയ സംഖ്യ 4 ആണ്. ഈ 4 എന്ന് പറയുന്നത് 2ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇവിടുത്തെ എൽസിയം 4 അല്ല. ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാം. അതായത് ഇനി നോക്കേണ്ടത് 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും എൽസിയം. അതെന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 12 ആണ് ഇവിടുത്തെ എൽസിയം. അപ്പൊ 2 6 12, 6 1 6, 3 4 12, 4 1 4, 4 3 12, 3 3. അപ്പൊ 6 4 10 3 13/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 12 1. അപ്പൊ ഇവിടെ നമ്മൾ നമ്പേഴ്സും ഫ്രാക്ഷൻസും സെപ്പറേറ്റ് സോൾവ് ചെയ്തു. ഇനി ഇവിടെ ഇത് ആഡ് ചെയ്യാം. 9 പ്ലസ് 1 12 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 12 1. 10 12 1 ഉത്തരം. അടുത്ത ചോദ്യം 100 ക്യൂബ് ഇൻറ്റു 1000⁵ ഈസ് ഈക്വൽ ടു 10⁻x ആയാൽ എക്സിന്റെ വില എത്ര? സൊല്യൂഷൻ. ഇവിടെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ 10⁻x ആണ്. അപ്പൊ ഈ 10ന്റെ പവർ ആണ് എക്സ്. അപ്പൊ 10ന്റെ പവർ ആയിട്ടുള്ള എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് LHSലുള്ളതിനെ 10ന്റെ പവറിലേക്ക് മാറ്റണം. എന്നിട്ട് ആ LHSും RHSും ഇക്വേറ്റ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഈ LHSനെ 10ന്റെ പവറിലേക്ക് മാറ്റാം. 100 ക്യൂബ് എന്നുള്ളത് 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. അപ്പൊ 10 സ്ക്വയർ റേസ് ടു 3 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് ആണ്. 10 ക്യൂബ് റേസ് ടു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻6 ഇൻറ്റു 10⁻15. അതായത് a⁻m n എന്ന് പറഞ്ഞാൽ a⁻m ഇൻറ്റു n ആണല്ലോ. അതാണ് ഇവിടെ 10⁻6ഉം 10⁻15ഉം വന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻6 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻21. അതായത് ഇതെങ്ങനെയാ, ഏത് ഫോമിലാണ്? a⁻m ഇൻറ്റു a⁻n ഈസ് ഈക്വൽ ടു a⁻m പ്ലസ് n. അതുകൊണ്ടാണ് ഇവിടെ
10⁻6 പ്ലസ് 15 വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻21. ഇതെന്ന് പറയുന്നത് LHS ആണ്. ഇനി LHS ഈസ് ഈക്വൽ ടു RHS. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻21 ഈസ് ഈക്വൽ ടു 10⁻x. Therefore, x is equal to 21. എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാം. മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അടുത്ത ചോദ്യം, ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. എന്നാൽ സംഖ്യ ഏത്? സൊല്യൂഷൻ, സംഖ്യ x ആയിട്ട് എടുക്കാം. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. അപ്പം x is equal to 1/x into 16. എക്സിന്റെ വ്യുൽക്രമമാണ് 1/x. Therefore, x into x is equal to 16. അപ്പൊ x square is equal to 16. x is equal to root of 16. That is equal to 4. 4 സംഖ്യ. അടുത്ത ചോദ്യം, 6⁻15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? സൊല്യൂഷൻ, ഉത്തരം 6 ആണ്. അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6ഉം പവർ ഒരു എണ്ണൽ സംഖ്യയോ ആണെങ്കിൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴും 6 ആയിരിക്കും. ഇപ്പൊ സപ്പോസ് ഇവിടെ ഇപ്പം 6⁻15 ആണ്, 6 മാത്രമേ ഉള്ളൂ സംഖ്യ. ഇപ്പം 216 ആണെങ്കിൽ 216⁻15 ആണെന്നിരിക്കട്ടെ, അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6 ആയിരിക്കും. കാരണം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 6ഉം പവർ എന്ന് പറയുന്നത് ഒരു എണ്ണൽ സംഖ്യയുമാണെങ്കിൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴും 6 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര, ഈ സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ബോംബെ ഈസ് ഈക്വൽ ടു 52 ആയാൽ ഡൽഹി ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ബോംബെ എങ്ങനെയാണ് 52 ആയത്, അതുപോലെ ഡൽഹി എന്താ വരുന്നതെന്ന് നോക്കണം. ബോംബെ ഈസ് ഈക്വൽ ടു 52. ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻസ് അറിയാനായിട്ട് ഒരു കോഡുണ്ട്. അതാണ് ഇജോറ്റി E5, J10, O15, T20, Y25. ഈ കോഡിലൂടെ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻ അറിയാൻ പറ്റും. E5, J10, O15, T20, Y25. ഇവിടെ ബോംബെയില് B രണ്ടാമത് വരും, O ആണെങ്കിൽ 15, M ആണെങ്കിൽ 13, B ആണെങ്കിൽ 2, A ആണെങ്കിൽ 1, Y ആണെങ്കിൽ 25. ഇനി ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. 2A പ്ലസ് 15A പ്ലസ് 13A പ്ലസ് 2A പ്ലസ് 1A പ്ലസ് 25. 25 1 26, 28, 28ഉം 13ഉം 41, 41ഉം 15ഉം 56, 56ഉം 2ഉം 58. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പം 58 കിട്ടി. ഇവിടെ ഉള്ളത് 52 ആണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഈ ബോംബെയിൽ കണ്ടോ 6 ആൽഫബറ്റാ ഉള്ളത്. 1, 2, 3, 4, 5, 6 അക്ഷരങ്ങൾ ഇംഗ്ലീഷിലെ. അപ്പം 58 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 52. ഇത് ഇങ്ങനെയാണ് വന്നത്. ഇതുപോലെ ഇനി ഡൽഹി എന്താന്ന് നോക്കാം. ഡൽഹി ഡി എന്ന് പറയുന്നത് 4, ഇ എന്ന് പറയുന്നത് 5, എൽ എന്ന് പറയുന്നത് 12, എച്ച് എന്ന് പറയുന്നത് 8, ഐ എന്ന് പറയുന്നത് 9. ആഡ് ചെയ്യാം. 4 പ്ലസ് 5 പ്ലസ് 12 പ്ലസ് 8 പ്ലസ്
9. 5 4 9, 12 9 21, 21 8 29, 29 9 38. ഇവിടെ എത്ര അക്ഷരങ്ങളുണ്ട് അല്ലെങ്കിൽ ആൽഫബറ്റ് ഉണ്ട്? 1 2 3 4 5. 38 മൈനസ് 5 33 ആണ് ഉത്തരം. ഡൽഹി 33 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? സൊല്യൂഷൻ. സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള ഫോർമുല I is equal to PNR. P is equal to 6000 രൂപ, N 10 മാസം. 10 മാസം എന്ന് പറഞ്ഞാൽ 12ൽ 10, 6% റേറ്റ്. I is equal to 6000 into 12ൽ 10 into 100ൽ 6. സാധാരണ പലിശ 300 രൂപ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.